ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനി ഇങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ട്, അവൾക്ക് മറ്റെന്തൊക്കെയോ ലക്ഷ്യമുണ്ട്, എനിക്ക് തോന്നുന്നത് അനന്തപുരിയിലെ സ്വത്താണെന്നാണ്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, അതിന് അവളുടെ അച്ഛനും അമ്മയും പണക്കാരല്ലേ, അവർക്ക് നിറയെ സ്വത്തുകളൊക്കെ ഉള്ളതല്ലേ. അന്നേരം അനി പറയുന്നുണ്ട്, അതിലും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉള്ളതായി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എനിക്ക് നേരത്തെ ഒരു മോതിരം തന്നു, അത് നീ തന്നതാണോ എന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല സംശയമുണ്ട്. ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് കണ്ടല്ലോ അവർ സംശയിക്കാൻ സാധ്യതയുണ്ട്, ഇതിൻ്റെ പിന്നിൽ നീയാണെന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, നീ അത് ഫ്രണ്ട്സ് തന്നതാണെന്ന് പറഞ്ഞേ. പിന്നെ അനി പറയുന്നുണ്ട്, ഞാനൊരു 4-5 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് നിനക്ക്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്രയധികം ഡ്രസ്സ് വാങ്ങിച്ചത്? നീ അങ്ങ് പോയാൽ ഈ ഡ്രസ്സൊക്കെ ഉപയോഗിച്ചാൽ മതി, അപ്പോൾ നീ എന്നെ എപ്പോഴും ഓർക്കും, എന്നെ മറക്കില്ല. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, നിന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയാണോ നീ ഇത്രയധികം ഡ്രസ്സ് വാങ്ങിച്ചത്? ചിലപ്പോൾ നീ എന്നെ മറന്നാലോ, നിൻ്റെ നയനേടത്തിയെ അനുസരിച്ചിട്ട്. എന്നെങ്കിലും ഒരിക്കൽ അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്നും ഉറപ്പായിട്ടും പോകും. അന്ന് ഒരിക്കൽ കൈവിട്ടു പോയ നിന്നെ എനിക്ക് കിട്ടണം, ഇനി ബുദ്ധിമോശം കാണിക്കില്ല. അന്നേരം നന്ദു പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാനില്ല, ഞാൻ പോട്ടെ. പോകാൻ ധൃതിയായോ എന്ന് ചോദിക്കുന്നുണ്ട് അനി. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നാളെ ഞാൻ അങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ കാണാം. എന്നിട്ട് നന്ദു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ചേച്ചി പറഞ്ഞതൊക്കെ മനസ്സിൽ കിടക്കുകയാണ്, പക്ഷേ അനിയെ പിണക്കാനും വയ്യ. അവനെ പിണക്കിയാൽ അവൻ എന്തെങ്കിലും ആപത്ത് വരുമോ എന്നാ എൻ്റെ പേടി. ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയാണല്ലോ ഭഗവാനെ. എന്നിട്ട് നന്ദു അവിടുന്ന് പോകുന്നുണ്ട്. നന്ദു പോകുന്നത് നോക്കി അനി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. ദേവയാനി നല്ല പാചകത്തിൻ്റെ ഒക്കെ ഒരു തിരക്കിലാണ്. അപ്പോൾ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് നയന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നന്ദമോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ എന്തൊക്കെയാണ് മോളെ? അപ്പോൾ നയന പറയുന്നുണ്ട്, അവൾക്ക് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം അമ്മേ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്താ, ഞാൻ ഉണ്ടാക്കിയാൽ അവൾക്ക് ഇഷ്ടപ്പെടുകയില്ലേ? അതെന്ത് ചോദ്യമാ അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട് നയന. എന്നാൽ മോൾ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ഞാനും കൂടി സഹായിച്ചാൽ എന്താ അമ്മേ കുഴപ്പം? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളൊക്കെ നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കുന്നതാ എൻ്റെ സന്തോഷം. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെ എൻ്റെ അമ്മ 100% അടുക്കളക്കാരി ആകേണ്ട, ജോലിയൊക്കെ ഞങ്ങൾക്കും പകുത്തു തരണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട്. ആദർശിനെ കണ്ടതും ഇവരെന്ത് സംസാര രീതിയൊക്കെ അങ്ങ് മാറ്റിക്കളയുന്നുണ്ട്. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, രണ്ടുപേരും അടുക്കളയിൽ കയറിയോ? അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഇവളുടെ അനുജത്തി വരുമെന്ന് പറഞ്ഞല്ലോ, ഇനി അവൾക്ക് ഭക്ഷണമൊന്നും കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇനി ഇവളുടെ വീട്ടിൽ പോയി നിന്നാലോ? അപ്പോൾ നയന പറയുന്നുണ്ട്, അവൾ ക്യാമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അവൾക്കൊരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തിനാ ഒരു നേരത്തെ ഭക്ഷണമാക്കുന്നത്, ദിവസം അവളെ ഇങ്ങോട്ട് വിളിച്ചോ? പിന്നെ ദേവയാനി ആദർശിനോട് പറയുന്നുണ്ട്, മോനെ, അനിയും അനാമികയും തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മോനാ. അപ്പോൾ അനാമികയും അനിയും തമ്മിലുള്ള പ്രശ്നം എങ്ങനെയെങ്കിലും നിനക്ക് സോൾവ് ചെയ്തുകൂടെ? നീ എങ്ങനെയെങ്കിലും അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ അതിനെപ്പറ്റിയൊക്കെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ. എല്ലാ കാര്യത്തിലും എന്നെ അനുസരിക്കുന്ന അവൻ ഈ ഒരു കാര്യത്തിൽ മാത്രം എൻ്റെ വാക്കുകളൊന്നും കേൾക്കുന്നില്ലമ്മേ. അവൻ്റെ ജോലിയെപ്പോലും ഇപ്പോൾ അവൻ്റെ മാരീഡ് ലൈഫ് ബാധിച്ചിട്ടുണ്ട്, അതാണ് കഷ്ടമെന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ദേവയാനി നയനയോട് പറയുന്നുണ്ട്, അവൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ മോളെ? അപ്പോൾ നയന പറയുന്നുണ്ട്, നന്ദുവിന് ശക്തമായ താക്കീത് ഞാൻ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് അനി അവളിലേക്ക് അടുത്താലോ അവൾ അകന്നു പോയിക്കൊള്ളും. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു അനി വാങ്ങിക്കൊടുത്ത ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട് അനന്തപുരിയിലേക്ക് പോകാൻ. അപ്പോൾ അങ്ങോട്ടേക്ക് കനക വരുന്നുണ്ട്. ഇതേതാ ഈ ഡ്രസ്സ്, അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കനക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇതെൻ്റെ ഫ്രണ്ട്സ് എടുത്തു തന്നതാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, ആദ്യം നിനക്കൊരു മോതിരം തന്നു, അത് നിനക്ക് ഫ്രണ്ട്സ് തന്നതാണെന്നാണ് നീ പറഞ്ഞത്, അതിൻ്റെ കൂടെ ഡ്രസ്സും എടുത്തു തന്നോ? സത്യം പറഞ്ഞ് ഇത് നിനക്ക് അനി എടുത്തു തന്നതാണോ? അപ്പോൾ നന്ദു ഒന്ന് പതറുന്നുണ്ട്. അപ്പോൾ കനക, ദേ നോക്ക്, അത് ചോദിച്ചപ്പോൾ തന്നെ നിൻ്റെ മുഖം വിളറിപ്പോയത്. എന്നിട്ട് കനക പറയുന്നുണ്ട്, നീ നയനയെ പോലെയാണ്, നിനക്കങ്ങനെ കള്ളത്തരം പറയാനൊന്നും കഴിയില്ല. പക്ഷേ നീ ഇപ്പോൾ അനിയുടെ കാര്യത്തിൽ മാത്രം ഇഷ്ടം പോലെ കള്ളത്തരം പറയുന്നുണ്ട്. എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ ക്യാമ്പിലേക്ക് പോയി അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ദൈവത്തിന് പോലും അറിയില്ല. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, ക്യാമ്പിൻ്റെ ഉള്ളിൽ എന്ത് നടക്കാനാ അമ്മേ? അന്നേരം കനക പറയുന്നുണ്ട്, അവിടെ എങ്ങാനും അനി വന്നാൽ ഞങ്ങളാരും അറിയില്ലല്ലോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അങ്ങനെ ക്യാമ്പിനകത്ത് ആർക്കും വരാൻ സാധിക്കില്ല. അപ്പോൾ കനക പറയുന്നുണ്ട്, എങ്കിലും അവധി ദിവസമൊക്കെ കാണുമല്ലോ, നിനക്കൊക്കെ ആ സമയം പുറത്ത് ചുറ്റിക്കറങ്ങി നടക്കാനൊക്കെ കഴിയുമല്ലോ. അനി വന്നാൽ ആരും അറിയാനും പോകുന്നില്ല.
എനിക്കൊക്കെ അങ്ങോട്ട് വരാൻ ഒരു പ്രയാസവുമില്ല, എല്ലായിടത്തും ഉണ്ടല്ലോ മൂർത്തീസ് ജ്വല്ലറി. അപ്പോൾ പിന്നെ പരിചയക്കാരുടെ ഹോട്ടലൊക്കെ നിറയെ കാണും. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത് അമ്മ? അപ്പോൾ കനക പറയുന്നുണ്ട്, ദേ നന്ദുട്ട, നിനക്ക് ഓരോ സമ്മാനം കിട്ടുമ്പോഴും എൻ്റെ മനസ്സിൽ തെളിയുന്നത് അനിയുടെ മുഖമാണ്. അതെൻ്റെ കുഴപ്പമല്ലല്ലോ എന്ന് പറയുന്നുണ്ട് നന്ദു. അപ്പോൾ കനക പറയുന്നുണ്ട്, ആരുടെ കുഴപ്പമായാലും ശരി, നീ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് അനിയുമായി ബന്ധം കൂടുന്നുണ്ടെങ്കിൽ അത് നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിൻ്റെ നയനേച്ചിക്ക് പോലും സഹിക്കാൻ പറ്റില്ല. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഓ എൻ്റെ പൊന്നമ്മേ, ഈ വിഷയത്തിൻ്റെ പേരിൽ എനിക്ക് തർക്കിക്കാനൊന്നും വയ്യ. അപ്പോൾ കനക പറയുന്നുണ്ട്, ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നയനമോൾ എന്തിനാ നിന്നെ അങ്ങോട്ട് വിളിച്ചത് എന്നാൽ എനിക്ക് മനസ്സിലാകത്ത്. നമ്പ്യമോളും പറഞ്ഞല്ലോ നീ അങ്ങോട്ടേക്ക് പോകണമെന്ന്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്ക് പോകാൻ ഒരു താല്പര്യവുമില്ല, പിന്നെ നയനേച്ചി വാശി പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കനക പറയുന്നുണ്ട്, അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി ആ ജലജയ്ക്കിട്ട് 2 പൊട്ടിക്കാനായിട്ടാണോ നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചത്, അതോ ഇനി അനാമികയെ തല്ലാനാണോ എന്നും അറിയില്ല. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അവിടെ എന്തോ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, എന്നാൽ പിന്നെ നീ പോയിട്ട് വാ എന്ന് പറയുകയാണ് കനക. അങ്ങനെ പോകാൻ നേരം നന്ദു പറയുന്നുണ്ട്, ഇനി അനാമികയുടെ അച്ഛനും അമ്മയും അവിടെ വന്നിട്ടുണ്ടോ എന്നറിയില്ല, എന്നോട് എന്തെങ്കിലും മോശമായി പെരുമാറിയാൽ പോലീസ് മുറ തന്നെ ഞാൻ പ്രയോഗിച്ചിരിക്കും. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടേക്ക് നന്ദു എത്തിയിട്ടുണ്ട്. ഏതായാലും നന്ദു വരുന്നത് നോക്കി ഒരാൾ മുകളിൽ നിൽക്കുന്നുണ്ട്. നന്ദുവിനെ കണ്ടതും വളരെ സന്തോഷത്തോടെ അനി നന്ദു എന്ന് വിളിച്ച് ഹായ് പറയുന്നുണ്ട്. നല്ല സന്തോഷമുണ്ട് അനിയുടെ മുഖത്ത്. അത് വരുന്നുണ്ട് നമ്മുടെ അനാമിക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓ നല്ല സന്തോഷമായല്ലോ അല്ലേ? അപ്പോൾ അനി പറയുന്നുണ്ട്, അതിനിവിടെ ദുഃഖിക്കാനൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അനാമിക, എങ്കിലും സന്തോഷിക്കാൻ വകയുണ്ടല്ലോ. അപ്പോൾ അനി പറയുന്നുണ്ട്, നീയേ നിൻ്റെ പാട് നോക്കിപ്പോ. ഏതായാലും അനാമികക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നന്ദുവിനെയും പിന്നെ നയനയും ദേവയാനിയും ആദർശവും എല്ലാം ചേർന്ന് നന്നായി സ്വീകരിക്കുന്നുണ്ട്. മോൾക്കെന്താ കുടിക്കാനെടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ദേവയാനി. ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറയുന്നുണ്ട് നന്ദു. അങ്ങനെ ദേവയാനി അവൾക്ക് ഓറഞ്ച് ജ്യൂസ് എടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ നന്ദു പറയുന്നുണ്ട്, ചേച്ചി നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. ഇനിയിപ്പോൾ അനാമികയും അവളുടെ അമ്മയും അപ്പച്ചിയും ഒക്കെ എന്താ പറയുക എന്നറിയില്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, ഒന്നും പറയില്ല, നീ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ തോറ്റുപോയനെ. അത്രയ്ക്കും അവൾ നമ്മുടെ അച്ഛനെയും അമ്മയെയും താറടിച്ചത് അത് ഒരു മക്കൾക്കും സഹിക്കാൻ പറ്റില്ല ആദർശേട്ടാ. പിന്നെ കാണിക്കുന്നത് അനാമികയും അപ്പച്ചിയും ജാനകിയും യുമാണ്. ജലജ പറയുന്നുണ്ട്, ഇവിടെ കുറ്റം പറയേണ്ടത് ഏട്ടത്തിയെ മാത്രമാണ്. ഏട്ടത്തിക്ക് സ്ട്രിക്റ്റായി പറയാമായിരുന്നു നന്ദുവിനെ ഇവിടേക്ക് വിളിക്കണ്ട എന്ന്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് പറയുക? അനിയത്തിയെ വിരുന്നൂട്ടാൻ മരുമകൾ വിളിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയാലോ? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഏതായാലും അവൾ വന്നല്ലോ, അമ്മയും അപ്പച്ചിയും താഴോട്ട് പോകാം. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഞങ്ങളെന്തിനാ താഴോട്ടേക്ക് വരുന്നത്? മോൾ അങ്ങോട്ട് പോകുന്നുണ്ടോ? അത് പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ വല്യമ്മയ്ക്ക് എന്തെങ്കിലും തോന്നിയാലോ? അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ ആർക്കെന്ത് തോന്നിയാലും കുഴപ്പമില്ല മോളെ, നമ്മൾ അങ്ങോട്ട് ചെല്ലുകയൊന്നും വേണ്ട. അവൾ എന്താന്ന് വെച്ചാൽ വെട്ടി വിഴുങ്ങിയിട്ട് പോകട്ടെ. പിന്നെ മോളെ, ഇനി ഏട്ടത്തിയോട് എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് മോൾ മുത്തശ്ശനോടും മുത്തശ്ശിയോട് സീരിയസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയണം. നന്ദുവും അനിയും തമ്മിൽ അടുപ്പമുള്ളപ്പോൾ നന്ദുവിനെ ഇങ്ങോട്ട് ക്ഷണിക്കരുത് എന്ന് പറയാനുള്ള എല്ലാ അവകാശവും മോൾക്കുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അതുപോലെ മോൾ ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പോവുകയും വേണ്ട. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അവളെ പേടിച്ച് നമ്മളെന്തിനാ മാറി നിൽക്കുന്നത്? അങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് അവൾക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അവളുടെ മുൻപിൽ തന്നെ പോയി നിൽക്കും, അല്ലെങ്കിൽ അവൾ വിചാരിക്കും എനിക്ക് അവളെ പേടിയാണെന്ന്. എന്നിട്ട് അനാമിക മനസ്സിൽ പറയുന്നുണ്ട്, സത്യങ്ങൾ പറയാതിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ഇവരുടെ മുമ്പിൽ അഭിനയിച്ചേ പറ്റൂ. ഏതായാലും നന്ദുവിന് ഭക്ഷണം വിളമ്പിക്കൊടുത്തില്ലെങ്കിൽ അനാമിക ചെയ്ത കള്ളത്തരമൊക്കെ നയനെ വിളിച്ചു പറയുമെന്നുള്ള പേടി അനാമികക്ക് നന്നായിട്ടുണ്ട്. എന്നിട്ട് വേഗം തന്നെ താഴോട്ടേക്ക് പോകുന്നുണ്ട്. താഴെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോഴേക്കും അനാമിക അവിടെ എത്തി. ദേവയാനി പറയുന്നുണ്ട്, നീയും ഇരിക്കുക. വേണ്ട, ഞാനിന്ന് നന്ദുവിന് ഭക്ഷണം വിളമ്പിക്കൊടുക്കാം. ഇതുവരെ ഇവളോട് ശത്രുതയോടല്ലേ ഞാൻ പെരുമാറിയത്. അതുകൊണ്ട് ഇന്ന് ഇവൾക്ക് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുന്നതിലൂടെ ശത്രുതയൊക്കെ പോട്ടെ. അങ്ങനെ അനാമിക വിളമ്പിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇനി വിളമ്പിക്കഴിഞ്ഞല്ലോ, ഇനി മോളിരിക്കുക. അങ്ങനെ അനാമികയും ഇരിക്കുന്നുണ്ട്. പിന്നെ ആദർശ നന്ദുവിനോട് പറയുന്നുണ്ട്, അതെ നന്ദു, ട്രെയിനിങ് കഴിഞ്ഞിട്ട് അടുത്തെവിടെയെങ്കിലും പോസ്റ്റിംഗ് വേണമെങ്കിൽ പറയണം കേട്ടോ, അതിനുള്ള വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, റെക്കമെൻഡേഷൻ ഒന്നും എനിക്ക് വേണ്ട ആദർശേട്ടാ, നീ അതുതന്നെയാണ് പറയും എന്ന് എനിക്കറിയാം. പക്ഷേ നീ ദൂരെയൊക്കെ പോകുമ്പോൾ നിൻ്റെ അച്ഛനും അമ്മയ്ക്കുമായിരിക്കും സങ്കടം. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഇവളുടെ പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ ഇവൾക്ക് അടിക്കടിക്ക് ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അനാമിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്.
ഇവൾ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് പോയിട്ട് ആരെങ്കിലും ഇവളെ തല്ലി കൊന്നാൽ മതിയായിരുന്നു. പിന്നെ അനി പറയുന്നുണ്ട്, ഇപ്പോൾ മയക്കുമരുന്നും കഞ്ചാവുമൊക്കെ ഒരുപാട് കടത്തുന്ന സമയമാണ്. അതൊക്കെ പിടിച്ചാൽ പിന്നെ വലിയ വലിയ തമ്പുരാക്കന്മാരുമായിട്ടായിരിക്കും യുദ്ധം. അപ്പോൾ നന്ദ് പറയുന്നുണ്ട്, നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അനി, അവിടെ പിന്നെ തമ്പുരാക്കന്മാരെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ നീ പെട്ടെന്ന് തന്നെ ആവിയായി പോകും. പിന്നെ അനിയും നന്ദുവും കണ്ണിൽ നോക്കി കണ്ണുകൾ കൊണ്ട് കഥ പറയുന്നുണ്ട്. ഏതായാലും അവരുടെ ഈ നോട്ടമൊക്കെ ദേവയാനിയും അനാമികയും ശ്രദ്ധിക്കുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.